എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. നമുക്കിന്ന് വളരെ പെട്ടെന്നൊരു 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മഷ്റൂം ഫ്രൈഡ് റെസിപ്പി കാണാം. നമ്മളിതിൽ തേങ്ങയൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ ഉള്ളി വഴറ്റിട്ട് ഒന്നും ആവശ്യമില്ല. അപ്പോൾ മീനും ഇറച്ചിയും മുട്ട വറുത്തതും ഒന്നും ഇല്ലാത്തപ്പോൾ വളരെ പെട്ടെന്നൊരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 200 ഗ്രാം കൂണ് മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ഞളിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ടാണ് കളറ് കുറവായിട്ട് തോന്നുന്നത്. വെള്ള കളറിലെ കൂണ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനൊക്കെ വറുക്കുന്ന പോലെ അത്രയും സിമ്പിളായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല ഇത് കുഴച്ചെടുക്കുന്നത്, പകരം എണ്ണ തന്നെ ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. കാരണം കൂണിൽ ഒരുപാട് വെള്ളം ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുമ്പോൾ. അപ്പോൾ നല്ലപോലെ നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത കൂണ് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിലോട്ടോ ഫ്രൈയിങ് പാനിലോട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം ഒരു 4 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നിട വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂണ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഈ കൂണിടുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിന്നിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. കൂൺ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കൂണിൽ ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഊർന്ന് പുറത്ത് വരും. അപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കണക്ക് വെള്ളമൊക്കെ ഊർന്ന് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒരു മീഡിയം ഹൈയിലോട്ട് മാറ്റിയിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വറ്റി കിട്ടും. അപ്പോൾ മീഡിയം ഹൈയിൽ വെച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ വെള്ളമൊക്കെ വറ്റി കിട്ടും. അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിലും ടേസ്റ്റാണ് മറ്റേ കുട പോലെയുള്ള കൂൺ വെച്ചുണ്ടാക്കുമ്പോൾ ബട്ടൺ മഷ്റൂം അല്ലാതെ നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ വെള്ള കളറിൽ. അപ്പോൾ അത് വെച്ചിട്ടുമൊക്കെ ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല വരണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നമ്മൾ തേങ്ങ അരച്ച് കൂൺ തോരനൊക്കെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ കൂൺ റോസ്റ്റ് പോലെയുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് അല്ല. പക്ഷേ വളരെ എളുപ്പത്തിൽ, ഇത്രയും എളുപ്പത്തിൽ നമുക്ക് മീൻ വറുത്തതും മുട്ട വറുത്തതും ഒന്നും ഇല്ലാത്തപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.